ലോകം ഇന്ന് ഊർജ്ജരംഗത്ത് ഒരു വലിയ പരിവർത്തനത്തിന്റെ പാതയിലാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വ്യവസായ പുരോഗതിക്കും ഗതാഗത വികസനത്തിനും അടിത്തറയായിരുന്ന ഫോസിൽ ഇന്ധനങ്ങൾ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പരിസ്ഥിതി മലിനീകരണത്തിന്റെയും പ്രധാന കാരണങ്ങളായി മാറിയിരിക്കുന്നു. പെട്രോളും ഡീസലും കൽക്കരിയും അമിതമായി ഉപയോഗിച്ചതിന്റെ ഫലമായി അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അപകടകരമായി ഉയരുകയും ഭൂമിയുടെ ശരാശരി താപനില വർഷം തോറും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രത്യാഘാതമായി പ്രളയങ്ങൾ, വരൾച്ച, ഉഷ്ണതരംഗങ്ങൾ, വനാഗ്നികൾ, സമുദ്രനിരപ്പ് ഉയരൽ തുടങ്ങിയ ദുരന്തങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിവ് കാഴ്ചകളായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതിക്ക് ദോഷം കുറവുള്ള ഇന്ധനങ്ങളിലേക്കുള്ള മാറ്റം ഇനിയൊരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണ്. ആഗോളതലത്തിൽ ബയോഫ്യൂവലുകൾക്കും വൈദ്യുത വാഹനങ്ങൾക്കും ഗ്രീൻ ഹൈഡ്രജനും പ്രാധാന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ഹരിത ഊർജ്ജ നയത്തിന്റെ ഭാഗമായി E20 ഇന്ധനം വ്യാപകമാക്കുകയാണ്. ഇത് വെറുമൊരു ഇന്ധനമാറ്റമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയും കർഷകക്ഷേമവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ദേശീയ ദൗത്യമാണ്. എന്താണ് E20? ഇതിൽ E എന്നത് എഥനോൾ എന്നതിന്റെയും 20 എന്നത് 20% എഥനോൾ അടങ്ങിയ മിശ്രിതം എന്നതിനെയും സൂചിപ്പിക്കുന്നു. അതായത് 20% എഥനോളും 80% പെട്രോളും ചേർന്ന ഇന്ധനമാണ് E20. എഥനോൾ ഒരു ജൈവ ഇന്ധനമാണ്. കരിമ്പ്, മൊളാസിസ്, ചോളം, തകർന്ന അരി, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് അഴുകൽ പ്രക്രിയയിലൂടെ ഇത് നിർമ്മിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സായി കണക്കാക്കപ്പെടുന്നു. E20 ഇന്ത്യയുടെ അന്തിമ ലക്ഷ്യമല്ല. ഇലക്ട്രിക് വാഹനങ്ങൾ, ഗ്രീൻ ഹൈഡ്രജൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനങ്ങൾ, ജൈവ ഇന്ധനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിശാലമായ ഹരിത ഊർജ്ജ നയത്തിന്റെ പ്രധാന ഘടകമാണിത്. ഭാവിയിൽ കൂടുതൽ ശുദ്ധവും സുസ്ഥിരവുമായ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് ഇന്ത്യ മാറുമ്പോൾ E20 ഒരു നിർണായക ഇടനാഴിയായി മാറും. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.